ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങളാണ്. ഈ ആഴ്ചയൊക്കെ ഇങ്ങനെ പെടപെടപെടേന്ന് ഇങ്ങനെ ഓടിപ്പോവുക. ഞായറാഴ്ച എന്ന് പറയുമ്പോഴേക്കും ഇന്ന് ചൊവ്വാഴ്ചയായി, ഇതിപ്പോൾ കാണുമ്പോൾ ബുധനാഴ്ചയായി. പെട്ടെന്ന് ദിവസങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്നലെ ഡോൺ കുറേ ലേറ്റായിട്ടല്ലേ വന്നേ, അപ്പോൾ അതുകൊണ്ട് വണ്ടി മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസം. ഇപ്പോൾ പതുക്കെ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികൾ എപ്പോഴും എല്ലാ ദിവസവും നനയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് ഇപ്പം നനയ്ക്കുന്നത്. സന്ധ്യയാകുമ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങും. ആദ്യം ഞാൻ ഉച്ചയ്ക്ക് മുമ്പാണ് വിചാരിച്ചത്, പക്ഷേ അത് എനിക്ക് തോന്നി നടക്കില്ല ആ കാര്യം. ഉച്ച നേരത്ത് നനയ്ക്കുമ്പോൾ ആ ചൂടുള്ള വെള്ളമാണ് ഇറങ്ങണത്. പിന്നെ എല്ലാ ചട്ടിയിലും കല്ലിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കല്ല് ചൂടായി, അതോടുകൂടി ആ വെള്ളവും ചൂടാകുമ്പോൾ അത് സുഖമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സന്ധ്യ ആവണ നേരത്ത് പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ആ സമയത്ത് നനയ്ക്കുമ്പോൾ രാത്രി മുഴുവൻ ആ വെള്ളം അതിൽ നിൽക്കുമല്ലോ. അങ്ങനെ രാവിലെ വന്ന് നോക്കിയപ്പോൾ ചണയും മറ്റേ ബട്ടൂരിയായിരുന്നു ഇന്ന്. അപ്പോൾ കുട്ടികൾക്ക് എന്തോ ദോശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് കുട്ടികൾക്കിപ്പോൾ സാധാരണ ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ അവർ കഴിച്ചും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ കഴിച്ച് പോയി. നമ്മുടെ ചാക്കോച്ചൻ ലൈവായിട്ട് നിൽക്കണം. അപ്പോൾ അവൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്തേക്ക് വരികയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ എണീറ്റ വഴിക്ക് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ചില ദിവസം പറ്റില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കിടന്ന് കാണിക്കണതാണ് കേട്ടോ. അങ്ങനെ അവന് ഞാൻ പറഞ്ഞില്ല, ഒരു ആരോമലായിട്ട് അവൻ എല്ലാവരേക്കാളും കൂടുതൽ അറ്റൻഷൻ നേടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാട്ടായങ്ങളാട്ടോ. അപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ഇപ്പം കമൻസിലും കുറേ പേര് പറഞ്ഞു ഓച്ചുവിൻ്റെ ചെറുപ്പമാണെന്ന്. കറക്റ്റ് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അവൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നാറ് കേട്ടോ. അപ്പോൾ തോമു ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. പാച്ചുട്ടൻ റെഡിയാവാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഒരുത്തരം എന്നെ കണ്ടപ്പോൾ അവനൊന്ന് രാവിലെ ഒന്ന് എടുത്തൊന്ന് കൊഞ്ചിക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ. അങ്ങനെ പാച്ചും തോമും യാത്രയായി. ഇന്ന് ഡോണാണ് കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ ചാക്കോച്ചൻ നോക്കിയിരിക്കുക. മറ്റേത് ഗേറ്റ് വരെ കൊണ്ടുപോകാറുണ്ട്, ഇന്ന് ഗേറ്റ് വരെ കയറ്റിയില്ല. അപ്പോൾ പാച്ചു ആദ്യം ഒന്ന് കരയാൻ നോക്കി. അപ്പോൾ ഡിവൈനിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ, ചിരിപ്പിക്കുകയാണ്. അപ്പോൾ അത് അവസാനം ചിരിയൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഇന്നലെ കുറേ ലേറ്റായി ഉറങ്ങാനായിട്ട്. ഉച്ചയ്ക്ക് കൂടുതൽ ഉറങ്ങുമ്പോൾ രാത്രിയിൽ എണീക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഇന്ന് ലൈറ്റ് ഊരും കേട്ടോ. ഇന്ന് ഇപ്പോൾ ഊരി ഒരു 5:30 ലിപ്സൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ലിപ്സനല്ല, അവരുടെ അസിസ്റ്റൻറ്റ് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഊരി. അപ്പോൾ ഒരു ശരിക്കും 10 ദിവസമായി നമ്മളുടെ മുറ്റത്ത് ഈ ലൈറ്റ് കിടക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ടതാണ്. അങ്ങനെ ചാക്കോച്ചൻ നോക്കുക, ചേട്ടന്മാർ പോയത്. ഇനിയിപ്പോൾ അവൻ്റെ ലോകമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം, ഞാൻ പറയാറില്ലേ മുറ്റത്ത് കുറച്ച് നേരം നിന്ന് വർത്താനം പറയും. അങ്ങനെ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാക്കോച്ചനൊരു പൂതി ഗേറ്റിൻ്റെ അവിടെ ഓടണമെന്ന്. അപ്പാപ്പനെ കണ്ടപ്പോൾ അങ്ങനെ ഡിംപിൾ ഇപ്പോൾ അവനെ മൂച്ച് കയറ്റിയപ്പോൾ ഓടുകയാണ് കേട്ടോ. അവൻ അക്കിയുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ ഇവിടെ വന്നാലും ഇതാണ് അംഗം. അപ്പോൾ ഞാൻ പറയും ഇവിടെ അങ്ങനെ കുറേ ഓടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വഴിയുള്ളതല്ലേ, കുട്ടിക്ക് കാല് വേദന എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഡിംപിളും ഡാഡിയും കൂടിയിട്ട് ഒന്ന് ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് പോയി ഡിവൈൻ കിച്ചണിലേക്ക് കടന്നു. ഞാൻ നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ വരുവോളം എനിക്ക് അങ്ങനത്തെ പണികൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കറികൾ അതും ഇതൊക്കെ ഉള്ള കാരണം ചോറ് വെച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ചെമ്മീൻ ചമ്മന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിവൈൻ. പിന്നെ ബീഫ് കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഒരുവിധം കറികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചാള വറുത്തു, ഈ ചമ്മന്തി ഉണ്ടാക്കി ഒക്കെ ചെയ്ത് സുഖമായിട്ട് നാടൻ ഊണ്, സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് നേരത്തോടെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ്, അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. കാരണം ഞാൻ എടുത്ത പണി എടുത്ത് കൊടുത്ത് വെക്കട്ടെ വെച്ചിട്ട് ഞാൻ ഈ ഫോട്ടോസ് എടുക്കാനായിട്ടിരുന്നു. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ, നിങ്ങളിലിപ്പോൾ പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ നോക്കട്ടെ എന്ന് ഒരു കാര്യം പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ സംഭവം ഫോട്ടോസിൽ ഉണ്ടാവും, സാധനം സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ കമ്മലുകൾ മുഴുവൻ കുറേ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ പേരിലാണ് കൊറിയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഡോൺ വരണോട് കൂടിയിട്ട് അത് വാങ്ങിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ പറയണ്ടേ എനിക്ക് ഒന്നും വരാനില്ല, നിങ്ങൾ കാശ് കൊടുക്കായിക്കോട്ടെ എന്നൊക്കെ പറയും. കാരണം 1-2 വട്ടം ഞാനിങ്ങനെ ഒന്ന് നോക്കുമെങ്കിലും സാധനം വരും, ഫ്രം അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് ഡിവൈൻ പറഞ്ഞു
ഇതിൽ ഒരു നമ്പറുണ്ട് മമ്മി, നമ്പർ ആരുടെയാണ് നോക്കിയപ്പോൾ എനിക്ക് ആളെ പിടുത്തം കിട്ടി. അപർണ എന്ന് പറഞ്ഞൊരു മോളാണ് കേട്ടോ. അപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത് അയക്കുന്നുണ്ട് ആൻറ്റി, അത് അപ്പോൾ ഞാൻ അതിനിപ്പോൾ എന്താ, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം, അപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയ ആളാണ്. ഗുജറാത്തി മിൻറ്റ് സ്പൈസ് ചായ എന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് ഇതിൻ്റെ ബോക്സിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഡോണിനും ഡാഡിക്കും കേട്ടോ ഇങ്ങനത്തെ കൂടുതലിഷ്ടം. ഡിവൈനും കുഴപ്പമില്ല, ഡിമ്പിളാണ് ഇങ്ങനത്തെ ഒന്നും ടേസ്റ്റ് നോക്കാത്ത ആൾ. അപ്പോൾ ഉച്ച നേരമായതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇത് മമ്മി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഡോൺ. അപ്പോൾ നമുക്ക് വൈകിട്ട് ടേസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ നല്ല ഈ പെട്ടിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ബോട്ടിലാണ് ഉള്ളിലെന്ന് വിചാരിച്ചു. ഇങ്ങനെ പിടിച്ചപ്പോൾ നല്ല ബലത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഡിവൈൻ പറയായിരുന്നു മമ്മി എത്ര തരം ചായ മമ്മിക്ക് കിട്ടിയേക്കണം. അപ്പോൾ ഡിംപിളും പറഞ്ഞു കുറേ കുട്ടികൾ എനിക്ക് ചായയായിട്ട് സോഫി തൊട്ട് കുറേ പേര്, ഒരാൾ രണ്ടാളല്ല കേട്ടോ. ഒരിക്കൽ എനിക്ക് മറ്റേ ചെമ്പരത്തി പൂവിൻ്റെ ചായയുടെ എതളിൻ്റെ ചായ ആ മോളും ഹസ്ബൻഡും കൊച്ചും കൂടി വന്നപ്പോൾ, പിന്നെ നമ്മുടെ നടയിലിരിക്കുന്ന രൂപങ്ങൾ ഒന്നിച്ചാണ് ആ മോള് വന്നത്, പിന്നെ കലണ്ടറൊക്കെ ആയിട്ട്. പിന്നെ ആരാണ് കുറേ പേര് കേട്ടോ. എനിക്ക് 1-2 പേരില്ലാണ്ട് വെൽവിഷർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഒരു കോഫിയായിരുന്നു, നിങ്ങൾക്ക് ഞാൻ കാണിക്കും, എപ്പോൾ വരുമ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. അതായിരുന്നു. പിന്നെ ഫ്ലേവേർഡ് കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടമാനം എൻ്റെ എന്താ പറയുക, നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്രസ്സ് കൊടുക്കാനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലർക്കും അഡ്രസ്സ് കൊടുക്കും. ഓർണമെൻറ്റ്സ് പ്ലേറ്റ് ചെയ്യാനുള്ളവർക്ക് പലർക്കും ഞാൻ അഡ്രസ്സ് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ അഡ്രസ്സ് കൊടുക്കും. പക്ഷേ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആവശ്യത്തിനാവും ചോദിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലത് ഓർക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കാരണം ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞത് ഇപ്പം നിങ്ങളായാലും ചോദിക്കും, അപ്പം മമ്മിക്ക് അഡ്രസ്സ് ചോദിക്കുമ്പോൾ അറിയില്ലേ ഇത് ഇങ്ങനെ ഒരാളെ അയക്കാനാണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് പെട്ടെന്ന് ഇതിനാണെന്ന് ഓടില്ല കേട്ടോ. അപ്പോൾ ഈ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് അയക്കേണ്ടത്, പക്ഷേ എനിക്കത് ഇതാണെന്ന് ഞാൻ തോന്നി. കാരണം എൻ്റെ മനസ്സറിഞ്ഞ് ഒരു സംഭവം അയക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതേ അവന് ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകുമ്പോൾ എന്നോട് ബായ് പറഞ്ഞ് ഞാനത് വീഡിയോ എടുത്താൽ അവന് സന്തോഷമുള്ളൂ. അങ്ങനെ അവൻ്റെ കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് എണീറ്റപ്പോഴാണ് സുരേന്ദ്രൻ ചേട്ടൻ, നിങ്ങൾക്കറിയാം എൻ്റെ ബർത്ത്ഡേക്ക് ഈ സുരേന്ദ്രൻ ചേട്ടൻ കേക്കും സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ആംഗ്ലയുടെ സ്ഥാനത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ LICയുടെ സംഭവം കൂടി ഉണ്ട്. അപ്പോൾ പാച്ചു അപ്പോഴേക്ക് ഇതേ ഉറക്കത്തിൽ നിന്ന് എനിറ്റു. അപ്പോൾ അങ്കിളിനോട് ഇന്ന് ഡിംപിൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ പേരിൽ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഡിംപിളുടെ വീഡിയോ കണ്ടു. എനിക്ക് കുറേ പേര് എനിക്കും മെസ്സേജ് അയച്ചു, ഡിംപിളിനും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും ഭയങ്കര ആരെങ്കിലും വന്നാൽ അവരെ റിസീവ് ചെയ്യാൻ, അവരോട് സംസാരിക്കാൻ, അവരോട് പെരുമാറാനൊക്കെ ഭയങ്കര മിടുക്കനാട്ടോ. എനിക്ക് എന്താ പറയുക പറയാണ്ടിരിക്കാൻ വയ്യ. മറ്റൊരു 2 പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് വന്നാലും ഒക്കെ ഹലോ ഒക്കെ പറഞ്ഞ് പോവും. പക്ഷേ ഇവരങ്ങനെയല്ല, ഓരോ എന്താ പറയുക അവരോട് വന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കൂടെ നിന്ന് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാനിവരോട് പറയുകയും ചെയ്യും 2 പേർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഇവനുണ്ടല്ലോ എന്നുള്ളത്. ഇങ്ങനെ ഒപ്പം നിന്ന് ഓരോ കാര്യങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ എന്താ പറയുക ഇത് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്കിളിനെ യാത്രയൊക്കെ. അപ്പോൾ അങ്കിൾ എപ്പോൾ വരുമ്പോഴും കൈ നിറച്ച് പലഹാരം കൊണ്ടാണ് വരിക കേട്ടോ. അപ്പോൾ കുട്ടികൾ അച്ചാച്ച എന്നാണ് പറയുക. അച്ചാച്ചനെ പറയുക, ചേട്ടൻ അച്ചാച്ചൻ എന്നാണ് പറയുക. കാരണം ചേട്ടനൊരു മോളുണ്ട് ഉണ്ണിമായയുടെ ഹസ്ബൻഡാണ് ബേസിലാണ് ശരിക്കും പറഞ്ഞാൽ ഡോണിൻ്റെ ഫ്രണ്ട്. പക്ഷേ പറഞ്ഞ് ഞങ്ങളായി സുഹൃത്തുക്കൾ, അതായത് അങ്കിളും ഭാര്യയും ഉണ്ണിമായും ബേസിലും കൊച്ചും അടങ്ങുന്നതാണ് അവരുടെ ഫാമിലി. അപ്പോൾ അങ്ങനെ ഫാമിലി പരമായിട്ട് എപ്പോഴും നല്ലൊരു അടുപ്പാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്കിൾ കൊണ്ടുവന്ന കേക്ക് ബിസ്ക്കറ്റ്സാണ് കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കണ്ടോ. അപ്പോൾ പാച്ചു ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ നല്ല ഉണ്ണിയപ്പമായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഹോട്ട് ഓവനിൽ നിന്നാണ് തോന്നുന്നുണ്ട്, നമ്മുടെ തെക്കേക്കരയുടെ ഹോട്ട് ഓവനിൽ നിന്നാണ് തോന്നുന്നുണ്ട്. നല്ല ഇതായിരുന്നു കേട്ടോ. പക്ഷേ ആപ്പിളിലത്തെ മറ്റേ ഇതായിരുന്നു, ഭയങ്കര സോഫ്റ്റായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പെരുന്നാൾക്ക് വാങ്ങിയത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു ഫ്ലേവർ, തേങ്ങയൊക്കെ വറുത്തിട്ട് കുറേ കൂടി വലിപ്പത്തിൽ ഉള്ള ഒരു ഉണ്ണിയപ്പം. അങ്ങനെ എന്താ പറയുക കുട്ടികളൊക്കെ അതൊക്കെ കഴിച്ച് അവർ, നിങ്ങൾക്കറിയാമല്ലോ സന്ധ്യ നേരമായി കഴിഞ്ഞ് ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബഹളവും കാര്യങ്ങളും ഉള്ള സമയമാണ്. പിന്നെ ഡോൺ വരിയായി, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ബഹളങ്ങളും കാര്യങ്ങളായി കേട്ടോ.
അങ്ങനെ ഞാൻ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഈ ഡിംപിൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിംപിളും കുട്ടികളും ഒരു വശത്തിരിക്കുക, ഡാഡിയും ഞാനും ഒരു വശത്തിരിക്കുക, ഡിവൈൻ രാത്രിയിലത്തെ കാര്യങ്ങൾ നോക്കുക. അങ്ങനെ ഞങ്ങൾ മൂന്നാക്കി തിരിച്ചിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഡിവൈൻ അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കുമ്പോൾ ചെറിയ ആൾ ഓടിച്ചെല്ലും അവിടേക്ക്. എന്നിട്ട് 2 ദിവസം മുമ്പ് കൈയൊന്ന് പൊള്ളി. അപ്പോൾ ആ ഇടയിലത്തെ വാതിലടച്ചിട്ടാൽ സമാധാനമായില്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. സന്ധ്യ നേരത്തെ ഞങ്ങളുടെ പരിപാടി ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഡിംപിൾ പോകുമ്പോൾ വീണ്ടും അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടും. എന്നാലും ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളകൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മുമ്പേ നമ്മുടെ കയ്യിലുള്ള വളകളാണ്. അത് കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പറയുമ്പോൾ നമ്മളത് വീണ്ടും എന്താ പറയുക സ്റ്റോക്ക് എടുത്ത് റീപ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നെറ്റിൻ്റെ മറ്റേ മാലയുടെ അതാണ് കേട്ടോ. അതുപോലെ ഇത് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ടൈപ്പാണ്. ഒരു എന്തെന്ന് പറയട്ടെ, ഒരു പ്രത്യേകതയാണ് ഈ രഥത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പായിട്ട് നല്ല ഇത് കല്ലുകളുള്ള റൂബി സ്റ്റോൺസ് ആണ്. ഇതിൻ്റെ തന്നെ കമ്മലും വരുന്നുണ്ട്. ഇതിൻ്റെ സെയിം ഡിസൈൻ അല്ല പറയുന്നത്, ഇങ്ങനെ 3 ഇതായിട്ടുള്ള കമ്മലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് മണിമാലയാണ്, വലിയ തരം ബോൾ മണിമാലയാണ്. അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അത് ഓർമ്മയില്ല. ഇത് ഈ പറഞ്ഞ പോലെ 2 ലെയറിൻ്റെ ഒരു എന്ത് മാലയാണ്, ഒരു ട്രഡീഷണൽ മാലയാണ്. എനിക്ക് പേര് അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ 8 പിടിയുണ്ട്, 10 പിടിയുണ്ട്. 10 പിടി ഞാൻ ഒരെണ്ണം എനിക്കും മാറ്റി വെച്ചിട്ടുണ്ട്. മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഇത്തിരി ഓവറായിരുന്നു, ഇത്തിരി കനം കൂടിയതായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് 2 ലെയർ ഇടാൻ പറ്റും, വലിയ ആഘോഷമില്ലാത്തൊരു മാലയാണ്. അപ്പോൾ ഞാനിത് 10 പിടി എനിക്ക് ഒരെണ്ണം വേണമെന്നുണ്ട് ഞാനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മാറിയിടാമല്ലോ. ഇത് പുതിയത് വന്ന ഒരു ഐറ്റം ഉണ്ട്. ഈ ഒരൊറ്റ എണ്ണ വന്നിട്ടുള്ളൂ, അത് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു. ഭയങ്കര ഭംഗി. ഇതിൻ്റെ ബാക്ക് നോക്കി നടുക്കാണ് അതിൻ്റെ, കണ്ടോ കാലിൽ നിൽക്കുന്നത് നടുക്കാണ്. അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റ ഐറ്റം കൊണ്ടുവന്നുള്ളൂ, അത് ഞാൻ കാണിച്ച വഴിക്ക് എനിക്ക് സ്ഥിരം ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി ആളെടുത്തു. അപ്പോൾ ഞാൻ വേഗം അത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ പറയാം. കാരണം ലക്ഷ്മിയുടെ നല്ല കമ്മലാണത്. അതുമ്മ റൂബിയുടെ 7 സ്റ്റോണുമായിട്ട്. ഇത് സെറ്റിൻ്റെ കമ്മലാണ് കേട്ടോ. പക്ഷേ ഞാൻ സെറ്റിൻ്റെ മാലയുടെ ഫോട്ടോ എടുക്കാൻ മറന്നു തോന്നുന്നുണ്ട്. ഇതിൻ്റെ തന്നെ നെക്ലസ്സാണ്, നല്ല ഭംഗിയുള്ളൊരു നെക്ലസ്സാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ റൂബിയുടെ മോതിരമാണ്. ഇത് ഒരെണ്ണത്തുമ്മേ 4 ബോളാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ കമ്മലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഞാനിതൊക്കെ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എടുത്തതാണ്. സാധാരണ ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് പറയാറ്. പക്ഷേ ഇപ്പം വീണ്ടും പാച്ചുമൊക്കെ വന്നപ്പോൾ എനിക്കത് പറ്റുന്നില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനും തോമുമൊക്കെ നേരത്തോടെ പോകും. പിന്നെ റോബോട്ട് ഇങ്ങനെ നടക്കുമ്പോഴായാലും എനിക്ക് വോയിസ് ഓവറും കാര്യങ്ങളും കൊടുക്കാം, ഇതിങ്ങനെ എടുക്കാം. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പറ്റില്ല. പാച്ചു ഓടി വന്നു കഴിഞ്ഞാൽ ഞാൻ അതുവരെ എടുത്ത പണി മുഴുവൻ വെറുതെ ആവും. പിന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവനോട് സംസാരിക്കണതൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം, പിന്നെ കട്ട് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ പതിവ് പോലെ കാണിക്കുന്ന പോലെ കാണിച്ചു പോകാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഡിംപിളിൻ്റെ വീഡിയോസ് കണ്ടിട്ട് കണ്ടമാനം പേര് എനിക്കും പേഴ്സണലി മെസ്സേജ് അയച്ചു, ഡിംപിളിനും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു പാരൻറ്റിങ്ങിനെ കുറിച്ചും പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കുറിച്ച് ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സ് മാറി ഒരു വീഡിയോ ചെയ്യാൻ ഉള്ളൊരു അവസരം എനിക്ക് കിട്ടാറില്ല. പിന്നെ ഇത്തിരി മടിയുണ്ട്, കാരണം ഡ്രസ്സൊക്കെ മാറി വരണ്ടേ എന്നുള്ളൊരു മടിയുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന്. കാരണം അത്രയും അധികം പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരാൾക്ക് നന്മ വരികയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ ഇങ്ങനെയാണ്, അതായത് എൻ്റെ അമ്മച്ചി എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു രീതിയാണ്. 10 രൂപ കിട്ടിയാൽ അതിൽ നിന്ന് 2 രൂപ മാറ്റി വെച്ചിട്ട് 8 രൂപ കൊണ്ടുള്ള ചിലവ് നമ്മൾ ചെയ്താൽ മതി. കൂടുതൽ കാശ് കിട്ടുമ്പോൾ കൂടുതൽ ചിലവ് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് സമ്പാദ്യം കുറയും. അപ്പോൾ അതുകൊണ്ട് പണ്ട് തൊട്ടേ അമ്മച്ചി കുറികൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ശാന്തി ചിട്ടീസ്, യുണൈറ്റഡ് കിങ്ഡം, പിന്നെ യുണൈറ്റഡ് ചിട്ടീസ്, പിന്നെ അങ്ങനെ കുറേ ഭാരതോദയം, പിന്നെ എന്തുട്ടാണ് മില്ലേനി, അങ്ങനെ കണ്ടമാനം കുറി കമ്പനികളുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് ഞാൻ അമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ കുറിബുക്ക്, ഒരു അടുക്ക് കുറിബുക്ക് ഉണ്ടാവും. അപ്പോൾ അപ്പച്ചൻ ഗൾഫിലല്ലായിരുന്നേ. അപ്പോൾ അപ്പച്ചൻ അയക്കുന്ന കാശ് 1 രൂപ പോലും നശിപ്പിക്കാണ്ട് അമ്മച്ചി ഇങ്ങനെ കുറികൾ വെച്ച്. അപ്പോൾ ആണുങ്ങൾ വീട്ടിലില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇപ്പോഴായാലും അതെ, ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഡോൺ ഇല്ല അല്ലെങ്കിൽ ഡാഡി ഇല്ല ഊണ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കിത് മതിയെന്നേ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പെണ്ണുങ്ങൾ മാത്രമാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ മൂത്ത ചേച്ചി ഹോസ്റ്റലിൽ, രണ്ടാമത്തെ ചേച്ചി ബോർഡിങ്ങിൽ, ഞാനും അമ്മച്ചി മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു.
അപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കാന്ന് വെച്ചാൽ സുഭിക്ഷമായിരുന്നു. എല്ലാ പലഹാരവും ഉണ്ടാക്കി തരും. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഉച്ചതിരിഞ്ഞ് പള്ളിയിലേക്ക് പോകും. മെത്രാപ്പോലീത്തയുടെ അവിടെ പുത്തമ്പള്ളി ഒക്കെ പോവും. പോയി വരുമ്പോൾ ബേക്കറിയിൽ കയറിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിത്തരും. ഒരു പിശുക്കും ഒന്നിലും അമ്മച്ചി കാണിച്ചിട്ടില്ല അപ്പച്ചനും. പക്ഷേ സമ്പാദ്യം ഒന്നാമതായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. അത് ലാവിഷായിട്ടുള്ള ജീവിതം കൊണ്ടല്ല, നമുക്കുള്ളത് കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ആ പഠിപ്പിച്ച മാതൃകയാണ് ഞാൻ എൻ്റെ മക്കളിലും എന്താ പറയുക അവരിലും ഞാൻ നിർബന്ധിച്ച് ചെയ്യിച്ചത്. പക്ഷേ നമുക്ക് ഒന്നും പറയേണ്ടി വന്നില്ല. ഡിമ്പിളൊക്കെ അറിയാണ്ട് തന്നെ അങ്ങനെ സേവ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള അവസരം കൂടിയും എല്ലാവർക്കും കിട്ടണം എന്നെങ്കിലേ പറ്റുള്ളൂ. വെറുതെ സമ്പാദിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും പറ്റാണ്ടായി കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം ഇപ്പം ഞാൻ ഡിവൈനും ഡോണും കൂടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറി ചേരണം. അപ്പോൾ കുറി ചേർന്നിട്ടുണ്ട്. അതുപോലെ ഡിമ്പിളിനോട് പറഞ്ഞു ഡാഡിയും മമ്മി എൻ്റെയും ഡാഡിയുടെയും പേരിൽ ഞാൻ ചേർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നാളേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതവിടെ ഉണ്ട്. അപ്പം നമുക്ക് നാളെ അത് പോയിട്ട് അവിടെ നിന്ന് എടുത്താൽ മതി എന്ന് തോന്നണം. അല്ലാണ്ട് അതുണ്ടാവും ഇപ്പം ഇങ്ങനെയൊക്കെ പോണില്ലേ ഇത് അപ്പം കൂടുതൽ അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും എന്താ പറയുക എവിടെയെങ്കിലും നമുക്ക് കിട്ടാവുന്ന പോലെ ഒരു സംഭവം ഇടണം. അത് ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ട. 100 100 10 10 കിട്ടുന്ന കാശ് ആക്കുക. അതുപോലെ ഡോൺ എപ്പോഴും അതെ തോമോനെ ഒരു കുടുക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, കുടുക്ക വാങ്ങിച്ചിട്ടുണ്ട്. അതിലാവശ്യമുള്ള കാശ് കിട്ടുന്ന കാശ് അവനെ കൊണ്ട് ഇടിയിക്കും. എന്നിട്ട് പറയും ഇത് നിറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. അങ്ങനെയൊക്കെ കുട്ടികളിൽ കുഞ്ഞിലേ തൊട്ട് സമ്പാദിശീലം വളർത്തിക്കഴിഞ്ഞാൽ അവർ അധിക ചിലവ് വരുത്തില്ല. കാരണം നമ്മൾക്ക് ഇന്ന സംഭവം ചെയ്യണം, ഇത് ചെയ്താലേ അത് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി ചിലവുകളൊക്കെ ചുരുക്കി ആ ഇടുന്ന സംഭവം കൂട്ടിയിടാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുപോലെ ഇപ്പോൾ ഒരു കുറിയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുറിക്കുള്ള കാശ് മാറ്റി വെച്ചിട്ടേ നമ്മൾ ബാക്കി ചിലവ് ചെയ്യുള്ളൂ. തിരിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന കാശ് മുഴുവൻ ചിലവ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഞാൻ ഇത്രയും പക്വതയിൽ അവൾ പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിശുക്കത്തിയൊന്നുമല്ല, എന്നാലും ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാറില്ല. കറക്റ്റാണ് അവൾ. നിങ്ങളിപ്പോൾ നോക്കിയാൽ ഇനി അവളുടെ മുൻ കാര്യങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ഒരു ആർഭാടത്തിനോ ഒരു ആഘോഷത്തിനോ ഒന്നിനും നിൽക്കാറില്ല. ഉള്ളത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാരിയുടെ വില ആ ഉടുക്കുന്ന ആളുടെ വിലയാണ്. അല്ലാണ്ട് ഞാനൊരു 50,000 രൂപയുടെ സാരി ഉടുത്തു, അവിടെ 5,000 രൂപയുടെ സാരി ഉടുത്തുള്ളൂ. അത് ഉടുക്കുന്ന ആളുടെ വിലയാണ് ആ സാരിക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ജീവിച്ചാലുണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തി നോക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അയ്യോ അത്രയും എനിക്കില്ലല്ലോ അല്ലെങ്കിൽ അത് പോരല്ലോ എന്ന് തോന്നുക. ഞാൻ ആദ്യം കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാണ്ട് നമ്മൾക്ക് എന്തുണ്ടോ അത് വെച്ച് തൃപ്തിപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് എന്താണാവോ എന്ന് വിചാരിച്ചിട്ട്. ഒന്നുമില്ല, നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തിയിൽ ശരിക്കും മുട്ടയൊക്കെ അടിച്ചിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് എയർ ഫ്രയറിലൊന്ന് വെച്ചാൽ വരുന്നതാണ് പിസ്സ. പക്ഷേ ഇന്ന് അവർക്ക് മുട്ടയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പിസ്സ മറ്റേ ഷ്രെഡഡ് ചീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെറുതെ ചപ്പാത്തിയുടെ മുകളിലിട്ടിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തതാണ് 2 പേർക്കും. പക്ഷേ പാച്ചു തിന്ന് തുടങ്ങിയിട്ടില്ല. കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മരുന്ന്, പക്ഷേ കഴിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. തോമു കഴിച്ചു. ചാക്കോച്ചൻ പിന്നെ അവൻ്റെ കോട്ട കംപ്ലീറ്റ് ഒരാളുടെയും വിഷമില്ലാണ്ട് തീർക്കും. അങ്ങനെ ഇതേ എല്ലാവരും കിടക്കാൻ പോയപ്പോഴാണ് ഞാൻ ഇന്ന് നമ്മുടെ ടീ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും ഡോൺ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാക്കോച്ചൻ്റെ ഡയപ്പർ മാറേണ്ട സമയമായപ്പോൾ ഡിവൈൻ ഇവിടെ മറ്റേ റോബോട്ടിൻ്റെ സംഭവം ചെയ്യുന്നു. അപ്പോൾ ഡോണിന് കയറാണ്ട് പറ്റില്ല. അപ്പോൾ ഡോണും പിള്ളേരും കൂടി കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു ചായയല്ലേ നിനക്ക് നാളെ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കയറ്റി വിട്ടു. അപ്പം ഞാൻ ഇത് പൊട്ടിക്കാൻ നിന്നപ്പോഴാണ് പാച്ചു ഓടി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ എന്തെങ്കിലും എഡിറ്റിങ്ങിനോ കാര്യങ്ങൾക്കോ നിൽക്കുമ്പോഴാവും ചിലപ്പോൾ ഇതുപോലെ ഓടി വരാം. അപ്പോൾ എൻ്റെ പണി മുഴുവൻ ചുറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുമ്പോഴാണ് അവൻ വന്നത്. അപ്പോൾ അവന് വന്നിട്ട് അവന് ഓറഞ്ച് വേണം, ഓറഞ്ചിലുള്ള ബിസ്ക്കറ്റ് വേണം. അപ്പോൾ അത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു. അവസാനമാണ് അവൻ കണ്ടുപിടിച്ചത് മറ്റേ സുരേന്ദ്രൻ അങ്കിൾ വന്നപ്പോൾ കൊണ്ടുവന്ന മാൽക്കേസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് അങ്കിൾ കൊണ്ടുവരുമ്പോഴും ഇവിടെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവൻ ഓറഞ്ച് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂണിബിക്കിൻ്റെ ആവും എന്തൊക്കെയാവുമെന്ന് വിചാരിച്ചു. അവസാനം അത് കണ്ടുപിടിച്ചു. അവൻ അതിൽ നിന്ന് ഒരെണ്ണം അപ്പോൾ ഡിമ്പിളിന് കൊടുക്കാൻ മടിയായിരുന്നു. കാരണം ബ്രഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കിടക്കണ നേരമായി.
അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴാണോ അവൻ തിന്നാൻ തോന്നണേ തിന്നട്ടെ, ഒന്നും കൂടി ബ്രഷ് ചെയ്യല്ലേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ട് ഞാനതെടുത്ത് കുടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് കൊണ്ട് പോയിട്ടുണ്ട്, തിന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അങ്ങനെ പെട്ടെന്ന് തിന്നുന്ന കൂട്ടത്തിലല്ല അവൻ, എന്നാലും ചിലപ്പോൾ പറയാൻ പറ്റില്ല, കുട്ടികളല്ലേ ചിലപ്പോൾ തിന്നാലോ. അങ്ങനെ അതും കൊണ്ട് പോയി. ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്യിച്ചാൽ മതി, കാരണം അവൻ്റെ പല്ല് ഇങ്ങനെ എന്താ പറയുക കാൽസ്യത്തിൻ്റെയാണ്, പിന്നെ അവൻ കുറേ മെഡിസിൻസും കാര്യങ്ങളും കഴിച്ചല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നം പല്ലിനുണ്ട്. ഡിബിളുടെ അത് ഭയങ്കര ടെൻഷനാണ്. ഞാൻ പറഞ്ഞു മോളെ പല്ലല്ലേ വേറെ ഒന്നും അല്ലല്ലോ, എന്തോരം വിഷമമുള്ള കുട്ടികളുണ്ട്, ഇതിപ്പോൾ പല്ലിൻ്റെ കാര്യമില്ല അത് വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നമ്മളുടെ ചായപ്പൊടി എന്താണെന്ന് നോക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇതൊരു ഒരു പെട്ടിയാണെന്നായിരുന്നു, അല്ല കുപ്പിയാണെന്നായിരുന്നു. പക്ഷെ അതിൻ്റെ ആ സീല് പൊട്ടിച്ച വഴിക്ക് അത് ലൂസായി, അതായത് എയറായിരുന്നു. നല്ല മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണം, അതായത് നമ്മുടെ ജാതിക്കയുടെ ഒരു മണം. അപ്പോൾ അതുമ്മ ഫ്ലേവർ നട്ട്ബഗ് അതൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ നല്ല മണം എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച വഴിക്കൊരു പ്രത്യേക മണം വന്നു. ചെപ്പുമ്പോൾ തന്നെ ഒരു മണം ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ ഇതായിട്ട്. അപ്പോൾ ഇത് ശരിക്കും പൊട്ടിച്ചിടാനുള്ള ഒരു സിപ്പ് ലോക്കും കാര്യങ്ങളാണ് കേട്ടോ അത്. പക്ഷെ ഞാൻ ഈ ചെപ്പിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെപ്പ് എടുത്തത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഈ നമ്മുടെ കാപ്പിപ്പൊടി വാങ്ങിച്ച എൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അതായത് എൻ്റെ 3 in 1 ചായ മസാല ടീ ഒക്കെ ഇടുന്നത് ഇങ്ങനത്തെ കുപ്പിയിലാണ്. AVTയുടെ കാപ്പിപ്പൊടി വരുന്ന കുപ്പിയാണ്. ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതുണ്ടല്ലോ, പിന്നെ എന്തിനാ വെറുതെ വേറെ കുപ്പിയിലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ടു. കേട്ടോ ഇത് ജാതിക്കയുടെയാണ് കേട്ടോ, നല്ല ഫ്ലേവർ. ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്കറിയാം എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ, ചായ എന്നല്ല ചായ കാപ്പി ഒക്കെ എല്ലാതും ജ്യൂസുകളായാലും എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ പുതിയ പുതിയ ഫ്ലേവേഴ്സ് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് സെൻഡ് ചെയ്തതാണ് കേട്ടോ ഈ ചായപ്പൊടി. അപ്പോൾ ആ മോളോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡോണിൻ്റെ കൂടി കൊടുത്ത് ടേസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മുടെ റോസ്റ്റി, ഇതെനിക്ക് തോന്നുന്നില്ല ഏതാ ഫസ്റ്റ് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെമ്പരത്തിയുടെ ടീ ഇനിയുണ്ട് എൻ്റെ കയ്യിൽ, കുറേ ഉണ്ട്. സോഫി കൊടുത്തയച്ചത്, പിന്നെ വേറൊരു കുട്ടി, പിന്നെ 2 പേര് ഞാൻ പറഞ്ഞില്ല വെൽവിഷ് എന്ന് പറഞ്ഞിട്ട് അയച്ചെന്ന്, അതൊക്കെ ഉണ്ട്. ഞാൻ ഒരു ദിവസം ഇത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇടാട്ടോ. എന്നെ വഴക്കൊന്നും പറയരുത്, കളിയാക്കരുത്. കാരണം എന്താ വെച്ചാൽ അത്രയും ഫ്ലേവേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആൻറ്റിക്ക് എന്താ വില വട്ടുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. എനിക്കിത് ഇഷ്ടമാണെന്ന് അറിഞ്ഞും കൊണ്ട് എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്ന സംഭവങ്ങളാണ്. അല്ലാണ്ട് ഞാൻ 3 in 1 കോഫിയും ടീയും വാങ്ങിക്കും, അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. മുമ്പൊക്കെ ഞാൻ എപ്പോഴും വാങ്ങിക്കരുത്, മൂന്നാർക്കും പിന്നെ മറ്റേ ഇവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ടീ വാങ്ങിക്കുക, മസാല ടീ, ആ ടീ എന്നൊക്കെ പറഞ്ഞിട്ട്, ചോക്ലേറ്റ് ടീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ അതുപോലെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ കാണാമല്ലോ ഇങ്ങനെ കൊച്ച് ഇതിൽ സാമ്പിളിൽ ടീ വയ്ക്കുമ്പോൾ ഞാൻ പോയിട്ട് 1 or 2 ഫ്ലേവർ എടുത്ത് കുടിക്കും. കാരണം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ മറ്റേ രുചിച്ചറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് രുചി ഇങ്ങനെ വായിൽ വരുമ്പോൾ നമുക്കതുപോലെ തന്നെ വെക്കാനും തോന്നും. വെക്കുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ചേർന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ട് നമുക്ക് വെക്കാനും തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മിക്കവാറും ഫുഡ് ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടം തോന്നും. പക്ഷേ അത് പറയുമ്പോഴും വെറുതെ ഞാൻ തോന്നും, കാരണം ഡിംപിളിനെ സംബന്ധിച്ച് ഡിംപിൾ ഒന്നും കഴിക്കില്ല, പക്ഷെ അവൾ കുക്ക് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ വയസ്സാങ്കാലത്ത് തോന്നിയതാന്ന് തോന്നുന്നുണ്ട് ഈ രുചി അറിയണം എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര കുറവാട്ടോ. എനിക്കെന്തോ ഞാൻ കുട്ടികളോട് പറയുകയും ചെയ്തു, എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കണം എന്ന് തോന്നാറില്ല. അപ്പോൾ ഞാൻ ആകെ ആസ്വദിച്ച് കഴിക്കുന്നത് ഇപ്പോൾ രാത്രിയിൽ ഈ ഒരു ചായയാണ്. ഇതെന്നല്ല ഏതെങ്കിലും ഒരു ചായ. അങ്ങനെ ഇന്നത്തെ ദിവസം കലണ്ടറിൽ എഴുതിയതാണ് അപർണ ടീന്നും LICന്നും. അപ്പോൾ LICയുടെ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു ഡിംപിൾ പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമ്പാദ്യശീലത്തിൻ്റെ കാര്യം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഡിംപിൾ ഇന്ന് മോൻ്റെ പേരിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനൊന്നും അറിയില്ല. അപ്പോൾ അത് ഡിംപിൾ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഡിംപിൾ തന്നെ പറയും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാമല്ലോ. അപ്പോൾ കുറേ പേരെ ഒരു കുട്ടി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ ഡിംപിളിനോട് പറയുകയും ചെയ്തു, ആൻറ്റി എൻ്റെ കയ്യിൽ 10 പവനേ ആകുള്ളൂ, പക്ഷേ വീട് വാടകയ്ക്ക്. ഇപ്പോൾ ഡിംപിൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഇത് വിറ്റ് കാശ് ആക്കിയാൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. 100% ശരിയാണ്. നമ്മളുടെ കയ്യിൽ 10 or 15 വേണ്ട 5 പവനുള്ളെങ്കിൽ ഇപ്പോൾ അത് വിറ്റാൽ നല്ല കാശാണ്. അത് കൊടുത്ത് 1 or 2 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ 3 മാസം മാസം ഇത്ര രൂപ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അത് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊല്ലം നമ്മൾ ആ വാടക കൊടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ കൊല്ലം നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക്
താമസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡിംപിളിനോട് ചോദിച്ചാൽ മതി. ഡിംപിളിൻ്റെ നമ്പർ ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഇതിൻ്റെ ഡീൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഡിംപിളിൻ്റെ നമ്പർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് തന്നെ നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വിശേഷമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ എൻ്റെ ചായ കുടിച്ച് അവസാനിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ, വോയിസ് ഓവർ കൊടുക്കണതിന് മുമ്പാണ് ഞാൻ ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചായ കുടിച്ച് അവസാനിപ്പിച്ച് കിടക്കാൻ നോക്കട്ടെ. പിന്നെ നമുക്ക് നാളെ കാണാം.